just so you understand, the people of Venezuela, they say if I ran for president of Venezuela, I'm polling higher than anybody has ever polled in Venezuela. So after I'm finished with this, I can go to Venezuela. I will quickly learn Spanish. It won't take too long. I'm good at language. And I will go to Venezuela. I'm going to run for president. But we're very happy with the president-elect that we have right now. The people that are running it. If you remember Bush with Iraq, they fired the generals, they fired the police, they fired the people that worked in their equivalent of the White House. They fired everybody. And you know what they had? They had a mess. And you know what happened? ISIS formed. ഇറാന്റെ പരമോന്നത നേതാവാകാൻ ഒരുപാട് പേര് പറഞ്ഞെങ്കിലും ഞാൻ തിരസ്കരിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഷെയ്ത്താനിബിനിൽ അൽ ട്രംബുൽ കുത്തുബൈനിൽ കാത്തിമൈൻ എന്നെല്ലാവരും വിശേഷിപ്പിച്ച ട്രംപ് ഇപ്പോൾ ആ ട്രംപിന് പുതിയ മോഹമാണ് പങ്കുവച്ചിരിക്കുന്നത്. 80 വയസ്സായി, അത്തം പിത്തമായി, ഇടയ്ക്കിടെ മരിച്ചുപോയെന്ന വാർത്ത വരുന്നുണ്ട്. നിയന്ത്രണം വിട്ടു, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, മൂത്രം പോകുന്നു തുടങ്ങിയ ഒരുപാട് വാർത്തകൾ സാമൂഹ്യ മാധ്യമത്തിൽ നിറയെയുണ്ട്. അതൊന്നും പിന്നെ ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞുകൂടല്ലോ എന്നോർത്താണ് നമ്മൾ വിട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഈ മാനസിക നില തെറ്റിയതുപോലെ കഴിഞ്ഞ ദിവസം എല്ലാം തുറന്നില്ലെങ്കിൽ അതെല്ലാം വലിച്ചു തുറക്കുമെന്ന് ഈ കായും പൂവും മായും ഒക്കെ ചേർക്കുന്നതിന് പകരമുള്ള ഇംഗ്ലീഷ് വാക്ക് ചേർത്ത് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ലോകത്ത് ഇത്രയും ഒരു തറ നിലവാരമുള്ള ആളുണ്ടോ എന്നാണ് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും അന്വേഷിച്ചത്. ഇപ്പോൾ മറ്റൊരു സാധനം പുറത്തു വന്നിരിക്കുന്നത്, ഈ തവണ കൂടിയേ അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ പറ്റുള്ളൂ. 2 ചാൻസലേ ഉള്ളൂ അമേരിക്കയിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ സ്പാനിഷ് ഭാഷ പഠിച്ച് വെനിസ്വലയിൽ പോയി അവിടുത്തെ പ്രസിഡൻ്റായി മത്സരിക്കും. അവിടെ ആളുകളെല്ലാം എന്നെ വിളിക്കുന്നു, ഓടിവായോ ഇവിടെ ഉണ്ടാക്കേ എന്ന് പറഞ്ഞ്. അങ്ങനെ ഉണ്ടാക്കാൻ പോകുമെന്നാണ് പുള്ളി പറഞ്ഞത്. അത് കേട്ട് കുറേ ഏഭ്യന്മാർ കുലുങ്ങിച്ചിരിക്കാനിരിക്കുന്നു. എന്നുവെച്ചാൽ ആത്യന്തികമായി യുദ്ധക്കൊതിയനും അതുപോലെ വെറിയനും വംശവെറിയനും ജാതി വെറിയനും ഒക്കെ ആയ ഒരാളാണ് ട്രംപ്. ഈ പദവിയിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ പിന്നെ അക്ഷരം തെറ്റാതെ നമുക്ക് കൂതറ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാൾ. അങ്ങനെ വിളിക്കാൻ കഴിയുന്നതായതുകൊണ്ടാണ് ഈ ആർത്തിയും വെപ്രാളവും ഒക്കെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു രാജ്യത്ത് പോയി ഒരു ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവിടുത്തെ എണ്ണ മുഴുവൻ ഊറ്റിയെടുക്കുന്നവൻ്റെ കാലം ഇന്നത്തെ കാലത്ത് കൂടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബാക്കി ഒരുപാട് സംഘടനകളെ നമ്മൾ ഭീകര സംഘടനകളാക്കി ഒക്കെ പറയുന്നത്. അവരൊക്കെ ഭീകര സംഘടനകൾ ഇല്ലീഗലാണ്, അവരെ നമ്മൾ ടെററിസ്റ്റുകളെന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഇവരൊക്കെ ലെജിറ്റിമേറ്റായി ഈ പറയുന്ന സംഗതികളൊക്കെ വെച്ചുകൊണ്ട് ലോകത്ത് മുഴുവൻ ടെററിസം നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ആ ടെററിസത്തിൻ്റെ ഒരു ഉദാഹരണമാണ്, അതിൻ്റെ വേറൊരു വേർഷനാണ് ഇന്ന് കേട്ടത്. പുള്ളി വെനസ്വലയിൽ പ്രസിഡൻ്റ് ആവുമെന്ന് പറഞ്ഞത്.